സ്വാഭാവികമായും റാന്നിയിൽ വെള്ളം കയറി താഴോട്ട് ഇറങ്ങുമ്പോൾ അത് ആറന്മുളയും പമ്പയുടെ തീരങ്ങളിലുമൊക്കെ കടന്നു പോകുന്ന വഴികളാണ്. അവിടെയൊക്കെ അതുപോലെ ജലനിരപ്പ് ഉയർന്നു. അതിൻ്റേതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. ഇന്നലെ ഞാൻ പത്തനംതിട്ടയിൽ ആറന്മുളയിലും റാന്നിയിലൊക്കെ പോയിരുന്നു. ജലനിരപ്പ് വളരെ താഴോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ജലനിരപ്പ് ഒരുപോലെ നിൽക്കുന്നത് തിരുവല്ല മാത്രമാണ്. തിരുവല്ലയുടെ ഒരു സാഹചര്യം അതാണ്. താഴോട്ട് ഇറങ്ങി പോകുന്ന തിരുവല്ലയിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാവും. ഇന്ന് രാവിലെ ഞാൻ MLAയുമായിട്ട് സംസാരിച്ചു. തിരുവല്ലയിൽ ആളുകളൊക്കെ ക്യാമ്പിലേക്ക് മാറ്റുകയും എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. പൊതുവെ കേരളത്തിൽ പല ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. അതുകൊണ്ട് കാര്യമായ ശക്തമായ മഴയില്ല. അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആദ്യത്തെ 2 ദിവസങ്ങളിലൊക്കെ വലിയ ഏകോപനക്കുറവുണ്ടായി. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ, റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലൊക്കെ മോശമായിരുന്നു എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ പോലും പരാതിപ്പെടുന്ന സാഹചര്യം. പല ക്യാമ്പുകളിലും അരിയില്ല എന്നൊക്കെയാണ് പരാതി. ഏത് പരാതി ആര് പറഞ്ഞാലും അത് അത്തരം പരാതികൾ പറയുന്നത് ക്രിയേറ്റീവായിട്ടാണെങ്കിൽ പോസിറ്റീവായിട്ടാണെങ്കിൽ ആ പരാതി കേൾക്കാനും അത് പരിഹരിക്കാനും ഗവൺമെന്റിന്റെ മടിയുമില്ല. ഇവിടെ ഉണ്ടായൊരു സാഹചര്യം നിങ്ങൾ ഓർക്കണം. 31-ാം തീയതി രാത്രി 2:30 മണിക്കും 3 മണിക്കും ഇടയിലാണ് ഇടുക്കിയിലും കോട്ടയത്തും ഉരുൾപൊട്ടലുണ്ടായത്. അതേ സമയത്ത് തന്നെയാണ് പത്തനംതിട്ടയിൽ മഴയുണ്ടായത്. 1-ാം തീയതി രാവിലെയോടുകൂടിയാണ് നമ്മൾ ക്യാമ്പുകൾ ആരംഭിക്കുന്നത്. പ്രധാനപ്പെട്ട ക്യാമ്പുകളൊക്കെ ആരംഭിക്കുന്നത് 1-ാം തീയതിയാണ്. 31-ാം തീയതി ഉരുൾപൊട്ടിയ ഇടുക്കിയിലും അതുപോലെ തന്നെ മണ്ണിടിഞ്ഞ് 2 പേരും മരിച്ച കോട്ടയത്തുമൊക്കെ വളരെ മണിക്കൂറുകൾക്കകം തന്നെ അവരുടെ ബോഡി കണ്ടെത്താനും 4 പേരാണ് അങ്ങനെ മരിച്ചത്. 4 പേരുടെയും രാവിലെ തന്നെ എല്ലായിടത്തും തെരച്ചിലിന് ഉള്ള നിർദ്ദേശം കൊടുക്കുകയും രാവിലെ പുലരുന്നതിന് മുമ്പ് തന്നെ ബോഡി കണ്ടെത്താനും കഴിച്ചിട്ടുണ്ട്. ഒരാളത് മാത്രമാണ് അല്പം വൈകി കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമ്പിന്റെ കാര്യത്തിൽ എവിടെയൊക്കെയാണോ ക്യാമ്പ് വേണ്ടത് അവിടെയൊക്കെ ക്യാമ്പ് നടത്താനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അത് ആവശ്യമായ സ്ഥലങ്ങളിൽ ക്യാമ്പ് നടത്തി. 1-ാം തീയതിയാണ് ആലോചിക്കണം. ഇന്ന് 4-ാം തീയതിയാണെന്ന് പറഞ്ഞു. ഇന്നലെ 3-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് എല്ലായിടത്തും ക്യാമ്പിനകത്ത് ഇന്നലെ ആളുകൾ പോകാൻ തുടങ്ങി. ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ടുള്ള ഈ ഒരു പ്രളയത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് ചെയ്തതിനപ്പുറത്ത് വല്ല നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് സ്വീകരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങളും മടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് ചെയ്യും. അതിലൊന്നും ഒരു പ്രയാസവുമില്ല. ഇവിടെ ഒരു ക്യാമ്പിൽ നിന്നാണ് ആകെ ഒരു പ്രയാസം വന്നത്. ആറന്മുള ക്യാമ്പിൽ നിന്ന് പ്രഭാത ഭക്ഷണം എത്തുന്നതിന് അല്പം വൈകി എന്നുള്ള പരാതി വന്നു. ആ സമയം തന്നെ ഞാൻ കളക്ടറുടെ കാര്യങ്ങൾ അന്വേഷിച്ചു. പ്രഭാത ഭക്ഷണം ഒരുപാട് പേർക്കായതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് വെച്ച് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. 10 മിനിറ്റിനകം പ്രഭാത ഭക്ഷണം എത്തുമെന്ന് പറഞ്ഞു. അവിടെ എത്തി. വേറെ ഏതെങ്കിലും പരാതികൾ അതുപോലെ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റേ ഇത് കൈകാര്യം ചെയ്യുന്നതിൽ എവിടെയാണ് പാളിച്ച ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തയ്യാറാണ്. ഒരു പാളിച്ചയും ഉണ്ടായിട്ടില്ല. ഏറ്റവും നല്ല രീതിയിൽ മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മീറ്റിംഗ് എടുത്തു. എല്ലാ വിഭാഗവും, അത് BSF ആയാലും ആർമി ആയാലും NDRF ആയാലും എല്ലാ സേനാ വിഭാഗങ്ങളുടെയും നമ്മുടെ റീജിയനിലുള്ള തലവന്മാർ ആ മീറ്റിംഗ് പങ്കെടുത്തു. മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ജില്ലകളും പ്രിപ്പയർഡ് ആയിരുന്നു. NDRFന്റെ ടീം ഉണ്ടായിരുന്നു. ഏത് അടിയന്തര സാഹചര്യം നേരിടാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ജില്ലാ തലത്തിൽ ഞങ്ങൾ റവന്യൂ പ്രത്യേക മീറ്റിംഗ് എടുത്തു. ജില്ലാ കളക്ടേഴ്സിന് നിർദ്ദേശം നൽകി. തഹസിൽദാർമാരോട് നിർദ്ദേശിച്ചു. എല്ലാ വില്ലേജ് ഓഫീസർമാർക്കും നിർദ്ദേശം കൊടുത്തു. പഞ്ചായത്തുകളിൽ നമുക്ക് കെട്ടിടം കണ്ടെത്തണം. എവിടെയെങ്കിലും ക്യാമ്പ് ആരംഭിക്കുന്നുള്ള കെട്ടിടം നേരത്തെ കണ്ടെത്തണം. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിനുള്ള സൗകര്യം ഉണ്ടാവണം. ഇതൊക്കെ പ്രിപ്പയർഡാണ്. ഇതല്ല ഇതിനപ്പുറത്ത് എന്തെങ്കിലും വേണമെന്നാണ് പറയുന്നതെങ്കിൽ അതും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ രാഷ്ട്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മറുപടിയില്ല. ഇനി രാജീവ് പറയുന്നത് ഒരു കാരണവശാലും ഉണ്ടാവാറില്ല. അതായത് ഓരോ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ എനിക്കറിയില്ല, അങ്ങനെ വേണ്ട. കാരണം മുഖ്യമന്ത്രി പോകും, മുഖ്യമന്ത്രിയുടെ സംവിധാനത്തിൽ പോകുന്നു. ഞാൻ അതിനു മുമ്പ് തന്നെ ഇന്നലെ മുഖ്യമന്ത്രി പോയ സ്ഥലങ്ങളിൽ ഇന്നലെ ഞാൻ പോയിരുന്നു. ഇന്നലെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാൻ പോയതാണ്. അപ്പോൾ മന്ത്രിമാർ ഒരുമിച്ച് നീങ്ങി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമില്ല. അവിടെ സുരക്ഷാ പ്രവർത്തനങ്ങളും ക്യാമ്പിലെ പ്രവർത്തനങ്ങളും അതിനുശേഷമുള്ള മാലിന്യം നീക്കുന്ന പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അവിടെ മുഖ്യമന്ത്രി ഇന്ന് പോകുന്നു. മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങൾക്കും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ റവന്യൂ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എനിക്ക് വേണ്ട നിർദ്ദേശം നൽകിയിരുന്നു. എല്ലാ ജില്ലയിലും ചുമതലയുള്ള മന്ത്രിമാരും നിർദ്ദേശിച്ചിരുന്നു. ഇന്നലെ ഞങ്ങൾ ചുമതലയുള്ള മന്ത്രിമാരുടെയും ജില്ലാ കളക്ടേഴ്സിന്റെയും മീറ്റിംഗ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലെടുത്തു. എല്ലാ കാര്യങ്ങളും നന്നായി പോയിട്ടുണ്ട്.
ഏത് കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. രാജു എബ്രഹാം പറഞ്ഞത് ഞങ്ങൾ അലർട്ട് കൊടുത്തില്ല എന്നുള്ളത്. രാജു എബ്രഹാം എന്റെ കൂടെ ഒരുപാട് നാൾ MLA ആയിരുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തോട് എനിക്ക് സൂചിപ്പിക്കാൻ അലർട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്തം കൊടുക്കുന്നത് ഞങ്ങളാണ്. പക്ഷേ എന്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഗവൺമെന്റ് അല്ല. കളർ കോഡ് ഏതാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പാണ്. അവർ ഞങ്ങളോട് റെഡ് അലർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ റെഡ് അലർട്ട് കൊടുക്കും, ഗ്രീൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഗ്രീൻ അലർട്ട് കൊടുക്കും. ഇപ്പൊ എല്ലായിടത്തും യെല്ലോ കൊടുക്കാനാ പറഞ്ഞത്, യെല്ലോ കൊടുക്കുന്നു. അപ്പൊ ഗവൺമെന്റ് എങ്ങനെ മാറ്റാൻ പറ്റും? ഗവൺമെന്റ് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്കുള്ള ഒരു കാര്യം, കേന്ദ്ര കാലാവസ്ഥയുടെ കാര്യത്തിലായാലും കേരളത്തിലായാലും ഈ സിസ്റ്റത്തിൽ കുറെ കൂടി മാറ്റം വരുത്തി കുറെ കൂടി അഡ്വാൻസ് ചെയ്യണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം അല്ലെങ്കിൽ 10 വർഷക്കാലം 2018 ശേഷം നമുക്ക് ഇത്രയും കാലം കഴിഞ്ഞു. നമുക്ക് 2018 ഈ വലിയ പ്രളയം നടന്നപ്പോൾ ആ പ്രളയത്തിൽ വലിയൊരു പാഠമായിരുന്നു കേരളം പോലുള്ള സംസ്ഥാനം. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് പരിശോധിക്കേണ്ടേ? ഞാൻ വിമർശിക്കുന്നവരോട് എനിക്ക് പറയും, ഞാൻ ഈ സമയം വിമർശിക്കാനോ അല്ലെങ്കിൽ വാക്കുവാദത്തിനോ തയ്യാറല്ല. പക്ഷെ നമ്മൾ 2018 ഒരു പ്രളയമുണ്ടായിട്ട് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വരുന്ന പ്രളയങ്ങളിൽ എന്തൊക്കെ ഈ ഗവൺമെന്റ് ചെയ്തു എന്നുള്ളത്, കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തു എന്നുള്ളത് പരിശോധിക്കേണ്ടത്.